ചെറിയൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. സ്നാക്ക് എന്ന് പറയുമ്പോൾ സിമ്പിൾ പുഡിങ്ങാണ്. ക്യാരറ്റ് കൊണ്ടുള്ള പുഡിങ്ങാണ്. കുറേ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാണ്ട് ആകെ 3 ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയൊരു പുഡിങ്ങാണ്. ഞാൻ കുറേ ക്യാരറ്റ് കൊണ്ടുവന്നപ്പോൾ കുറച്ചായി വിചാരിക്കണം ഇങ്ങനെ പുഡിങ് ഉണ്ടാക്കി നോക്കണമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ക്യാരറ്റാണ് എടുത്തത്. ഒരു വലിയ ക്യാരറ്റ്, ചെറുതാണെങ്കിൽ 2 എടുക്കാം. ഇപ്പോൾ വലുതാകാണെങ്കിൽ ഞാൻ ഒരെണ്ണം എടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ട് ഗ്രേറ്റ് ചെയ്തതിന് ശേഷം അതൊരു പാത്രത്തിൽ ഇട്ടിട്ട് പാലൊഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ച് ചെറുതായിട്ട് ഒന്ന് വേവിച്ചെടുത്തു. അതിനുശേഷം ഒന്ന് വലിയ ചൂടാറിയിട്ടൊന്നുമില്ല, എന്നാലും കുറച്ച് ചൂടാറിയപ്പോൾ മിക്സിയിലിട്ട് അടിച്ചിട്ട് അത് അരിച്ചിട്ട് നമ്മൾ ക്യാരറ്റ് ഇത്തിരി വേവിച്ചെടുത്ത പാത്രത്തിൽ തന്നെ ഇട്ട് കുറുക്കിയെടുക്കുകയാണ്. അതിൽ കുറച്ച് പഞ്ചസാര അതുപോലെ തന്നെ കുറച്ച് കോൺഫ്ലവറും. ഈ തിക്നെസ് കൂട്ടാൻ വേണ്ടിയിട്ട് കോൺഫ്ലവർ ഇടാണ്. ചൈന ഗ്രാസ് അല്ലെങ്കിൽ ജലാറ്റിന് വേണമെങ്കിൽ ഇടാം. അതിനൊക്കെ പകരമാണ് കോൺഫ്ലവർ ഇട്ടത്. ഞാൻ വിചാരിച്ചു കൊളാവുമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതെല്ലാം കുറുക്കിയെടുത്തതിന് ശേഷം ഒരു പാത്രത്തിൽ നെയ്യ് തടവിയിട്ട് ഏത് പാത്രത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ഞാനൊരു വട്ടത്തിലുള്ള സ്റ്റീൽ പാത്രം എടുത്തിട്ട് അതിൽ നെയ്യ് തടവിയിട്ട് അതിലേക്ക് ഒഴിച്ചിട്ട് പിന്നെ ഒരു പകുതി ക്യാരറ്റ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഗ്രേറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തു. അതിനുശേഷം കുറച്ച് നേരം ഒരു 5-10 മിനിറ്റ് വരെ ഫ്രിഡ്ജിൽ വെച്ചു സെറ്റാക്കി എടുത്തു. ഇപ്പോൾ ദാ പുഡിങ് റെഡി ആയിട്ടുണ്ട്. എന്താ പറയുക, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. ടേസ്റ്റിൽ ഒരു വ്യത്യാസമില്ല, നല്ല അടിപൊളി ടേസ്റ്റാണ്. മിൽക്ക് മെയ്ഡ് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം. ഞാൻ മിൽക്ക് മെയ്ഡ് ചേർത്തിട്ടില്ല, പഞ്ചസാര മാത്രമാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മുടെ പുഡിങ് അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു ഐറ്റമാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. ടേസ്റ്റിനൊന്നും ഒരു കുഴപ്പമില്ല, പുഡിങ്ങനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.